നമസ്കാരം കുട്ടികളെ. ഇന്ന് നമ്മൾ ഹാഥിയോങ് കി രഹഗുസർ എന്ന ആനകളുടെ സഞ്ചാരപാത എന്ന മനോഹരമായ പാഠഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. പ്രകൃതിയിലെ സ്നേഹവും ക്ഷമയും ഒരു കുടുംബനാഥന്റെ ഉത്തരവാദിത്വബോധവും എത്ര വലുതാണെന്ന് ഈ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. ഈ പാഠഭാഗം യാദവേന്ദ്ര എന്ന എഴുത്തുകാരന്റെ ആനകളുമായി ബന്ധപ്പെട്ട 2 അനുഭവങ്ങളാണ്. ആദ്യ സംഭവം കേരളത്തിന്റെയും തമിഴ്നാട്ടിന്റെയും അതിർത്തിയിലുള്ള ഒരു വനത്തെക്കുറിച്ചാണ്. ഒരു പിടിയാനയും അതിന്റെ 2 കുട്ടികളോടൊപ്പം റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിക്കുമ്പോൾ ചെറിയ ആനക്കുട്ടിക്ക് റോഡിനും വനത്തിനുമിടയിലുള്ള ഡിവൈഡർ കടക്കാൻ കഴിയാതെ വരുന്നു. അമ്മയാന തിരികെ വന്ന് തുമ്പിക്കൈകൊണ്ട് താങ്ങു നൽകിയും പിന്നിൽ നിന്ന് തള്ളിയും കുട്ടിയെ ഡിവൈഡർ കടക്കാൻ സഹായിച്ചു. ഈ കാഴ്ച കണ്ട വഴിപോക്കർ 15-20 മിനിറ്റ് സമയം ക്ഷമയോടെ കാത്തുനിന്നു. രണ്ടാമത്തെ സംഭവം രാജാജി ഫോറസ്റ്റ് റിസർവിലെ ചീല റേഞ്ചിൽ വെച്ചായിരുന്നു. അവിടെ ആനകൾ റോഡ് മുറിച്ച് കടക്കുന്ന സ്ഥലത്ത് ആനകളെ കണ്ടാൽ വാഹനം നിർത്തുക എന്ന ബോർഡ് സ്ഥാപിച്ചിരുന്നു. 20ഓളം ആനകൾ ഒരു കൂട്ടമായി നിന്നുകൊണ്ട് കുട്ടികളെ നടുവിൽ നിർത്തി സംരക്ഷിക്കുന്ന കാഴ്ചയാണ് എഴുത്തുകാരൻ കണ്ടത്. കൂട്ടത്തിന്റെ സർദാർ അഥവാ നേതാവ് വളരെ ശ്രദ്ധയോടെ റോഡിൽ വന്ന് 4 ചുറ്റും നോക്കി തങ്ങളുടെ പാത സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തി. സുരക്ഷ ഉറപ്പാക്കിയ ശേഷം കൂട്ടത്തെ മുഴുവൻ മുന്നിൽ നിന്നു നയിച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി വനത്തിലൂടെ ഗംഗാനദിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ഒരു കുടുംബനാഥൻ തന്റെ ഉത്തരവാദിത്തം ഇത്രയും ഗൗരവത്തോടും ക്ഷമയോടും ചെയ്യുന്നത് താൻ ആദ്യമായി കാണുകയാണെന്ന് എഴുത്തുകാരൻ രേഖപ്പെടുത്തുന്നു. ഇനി നമുക്ക് കഥയുടെ പൂർണ്ണമായ മലയാള പരിഭാഷ നോക്കാം. ആനകളുടെ സഞ്ചാരപാത, ഹാഥിയോങ് കി രഹഗുസർ. സംഭവം 1. ഡിവൈഡർ കടന്ന കുട്ടി. കേരളത്തിന്റെയും തമിഴ്നാട്ടിന്റെയും അതിർത്തിയിലുള്ള ഒരു വനത്തെക്കുറിച്ചാണ് ഈ കഥ. ഒരു പിടിയാനയും അതിന്റെ 2 കുട്ടികളോടൊപ്പം റോഡ് മുറിച്ചു കടക്കുകയായിരുന്നു. സൈക്കിളിൽ നഗരത്തിലേക്ക് പോവുകയായിരുന്ന ഒരു യുവാവ് ഇതിന്റെ വീഡിയോ എടുക്കുകയും ഏതാനും മാസങ്ങൾക്ക് മുൻപ് അത് വളരെ പ്രചരിക്കുകയും ചെയ്തു. ആനയും അതിന്റെ കുട്ടികളും ആദ്യമല്ല റോഡ് മുറിച്ചു കടക്കുന്നത്. എന്നാൽ ഈ സംഭവം ശ്രദ്ധേയമായത് ചെറിയ കുട്ടി കാരണമാണ്. റോഡിനും വനത്തിനുമിടയിൽ ഒരു ഡിവൈഡർ ഉണ്ടാക്കിയിരുന്നു. ചെറിയ കുട്ടിയുടെ ഉയരം ആ ഡിവൈഡറിന് തുല്യമായിരുന്നു. പിടിയാനയും അതിന്റെ വലിയ കുട്ടിയും എളുപ്പത്തിൽ ഡിവൈഡർ കടന്നുപോയി. എന്നാൽ ചെറിയ കുട്ടി ഇവിടെ തന്നെ നിന്നുപോയി. അമ്മയാനയ്ക്ക് സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് അത് വനത്തിലേക്ക് പോകാതെ റോഡിന് നേർക്ക് തിരിഞ്ഞ് കുട്ടിയെ നോക്കി നിന്നു. കുട്ടിക്ക് ഡിവൈഡർ കടക്കാൻ കഴിയുന്നില്ല. അമ്മയാന തിരികെ വന്ന് ഡിവൈഡറിനടുത്തെത്തി. തുമ്പിക്കൈ കൊണ്ട് താങ്ങു നൽകിയും പിന്നിൽ നിന്ന് തള്ളിയും കുട്ടിയെ ഭിത്തിയിൽ കയറ്റി. അതിനുശേഷമാണ് കുട്ടിക്ക് ഡിവൈഡർ കടക്കാൻ കഴിഞ്ഞത്. തുടർന്നവർ മൂവരും വനത്തിലേക്ക് പോയി. ഈ കാര്യങ്ങൾക്കെല്ലാം കൂടി 15-20 മിനിറ്റ് സമയമെടുത്തു. അതുവരെ റോഡിന്റെ ഇരുവശത്തും വാഹനങ്ങൾ നിർത്തിയിട്ട ആളുകൾ കാത്തുനിന്നു. സ്നേഹം നിറഞ്ഞ ഈ പരിശ്രമത്തെ അവർ ക്ഷമയോടെ നോക്കിക്കണ്ടു. സംഭവം 2. സർദാർ ആനയുടെ ഉത്തരവാദിത്തം. ആനകളുമായി ബന്ധപ്പെട്ട മറ്റൊരു സംഭവവും ഓർമ്മ വരുന്നു. ഏകദേശം 10 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ രാജാജി ഫോറസ്റ്റ് റിസർവിലെ ചീല റേഞ്ച് വഴി ഋഷികേശിൽ നിന്ന് ഹരിദ്വാറിലേക്ക് മടങ്ങുകയായിരുന്നു. വൈകുന്നേരമായിരുന്നു സമയം. ഒരു സ്ഥലത്ത് ഒരു ചെറിയ മലയോര നദി റോഡ് മുറിച്ചു കടന്നിരുന്നു. നദിയുടെ ഇരുവശത്തും ഇങ്ങനെ എഴുതിയിരുന്നു: ഇതൊരു ആനകളുടെ സഞ്ചാരപാതയാണ്. നിങ്ങൾക്ക് ആനകളെ കാണുകയാണെങ്കിൽ വാഹനം നിർത്തുക. ആനകൾക്ക് റോഡ് മുറിച്ചു കടക്കാൻ അവസരം നൽകുക. ഇതു കാണുന്നത് എപ്പോഴും എനിക്ക് ആവേശം നൽകുന്നതായിരുന്നു. എന്നാൽ അതുവരെ അവിടെ ആനകൾ കടന്നുപോകുന്നത് കണ്ടിരുന്നില്ല. ഇത്തവണ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ നദിയുടെ ഇരുവശത്തും വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു. ഞങ്ങളും നിന്നു. ഇരുട്ട് വീഴാൻ തുടങ്ങിയതുകൊണ്ട് ചില ആളുകൾ വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റുകൾ കത്തിച്ചു. എന്റെ കണ്ണ് മുന്നിൽ കണ്ട ഒരു വലിയ ആനയിൽ ഉടക്കി. ഞാൻ അതുവരെ അത്രയും വലിയ ആനയെ കണ്ടിരുന്നില്ല. അതിൽ നിന്ന് 60-70 മീറ്റർ പിന്നിലായി ഏകദേശം 20ഓളം ചെറുതും വലുതുമായ ആനകളുടെ ഒരു കൂട്ടം വട്ടത്തിൽ നിന്നുകൊണ്ടു. ആനകൾ തങ്ങളുടെ കുട്ടികളെ നടുവിൽ നിർത്താൻ വേണ്ടിയാണ് ആ കൂട്ടമുണ്ടാക്കിയത്. കുട്ടികൾ നടുവിലായിരുന്നു. വലിയ ആനകൾ അവയെ 4 ചുറ്റും വലഞ്ഞു നിന്നിരുന്നു.
എന്നാൽ കുട്ടികൾ കുട്ടികൾ തന്നെയാണല്ലോ. ഏതെങ്കിലും ഒരു വലയം ഭേദിച്ച് പുറത്തേക്ക് വരും. വലിയ ആനകൾ അവയെ പിടിച്ച് തിരികെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരും. ഇതെല്ലാം വളരെ രസകരമായിരുന്നു. എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായത് സർദാർ ആന കുടുംബത്തെ നയിച്ച രീതിയായിരുന്നു. കൂട്ടം അവിടെ തന്നെ നിന്നു. സർദാർ ആന ശ്രദ്ധയോടെയുള്ള ചുവടുകളോടെ 3 വശങ്ങളിലേക്കും നോക്കിക്കൊണ്ട് പതുക്കെ റോഡിലേക്ക് വന്നു. റോഡിലെത്തിയിട്ട് 4ാമത്തെ വശത്തേക്ക്, അഥവാ പിന്നിലേക്കും തിരിഞ്ഞുനോക്കി. തങ്ങളുടെ കുടുംബത്തിന് ഒരു അപകടവുമില്ലെന്ന് അവന് പൂർണ്ണമായി ഉറപ്പുവരുത്തേണ്ടതുണ്ടായിരുന്നു. സർദാർ ആന റോഡിന്റെ നടുവിൽ 2-3 മിനിറ്റ് നിന്നു. അതിനുശേഷം 4 ചുറ്റും ഒരു വട്ടം കറങ്ങി. അതിനുശേഷം റോഡ് മുറിച്ച് ഗംഗാനദിയുടെ ഭാഗത്തുള്ള വനത്തിലേക്ക് പോയി. ഏകദേശം 50 മീറ്റർ മുന്നോട്ടു പോയിട്ട് അത് വീണ്ടും നിന്നു. വീണ്ടും തിരിഞ്ഞുനോക്കി. 4 ചുറ്റും നോക്കി പൂർണ്ണമായി തൃപ്തനായി. അതിനുശേഷം തിരികെ തന്റെ കുടുംബത്തിന്റെ അടുത്തേക്ക് വന്നു. റോഡിന്റെ നടുവിൽ നിന്ന ശേഷം വീണ്ടും 4 ചുറ്റും നോക്കി തന്റെ കൂട്ടത്തിന്റെ അടുത്തേക്ക് വന്നു. കൂട്ടം ക്ഷമയോടെ തങ്ങളുടെ സർദാറിനെ കാത്തുനിൽക്കുകയായിരുന്നു. സർദാർ അവരോട് എന്താണ് പറഞ്ഞതെന്ന് നമുക്കറിയില്ല. എന്നാൽ ഞങ്ങൾ കണ്ടത് സർദാർ ആന മുന്നിലും അതിന്റെ കുടുംബം പിന്നിലുമായി ഗംഗാനദിയുടെ അടുത്തേക്ക് നടന്നു നീങ്ങുന്നതാണ്. റോഡിൽ സർദാർ ആന ഒരിക്കൽ കൂടി നിന്നു. 4 ചുറ്റും നോക്കി ഗംഗയുടെ അടുത്തേക്ക് ചുവടുവെച്ചു. പിന്നാലെ അതിന്റെ കുടുംബം മുഴുവൻ വെള്ളം കുടിക്കാൻ വേണ്ടി വനത്തിലേക്ക് പോയി. ഇത്രയും ഗൗരവത്തോടും ക്ഷമയോടും സ്വന്തം കടമ നിർവഹിക്കുന്ന ഒരാളെയും ഒരു മനുഷ്യനെയും ഇതിനു മുൻപ് ഞാൻ കണ്ടിട്ടില്ല.